യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൻ്റെ ആമുഖത്തിൽ ഇങ്ങനെ കുറിക്കുന്നുണ്ട്: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ബോധ്യമാണ് അവിടെ വ്യക്തമാക്കുന്നത്. ആദിയിൽ എല്ലാ സൃഷ്ടിക്കും കാരണമായി തീർന്ന വലിയ വചനത്തിൻ്റെ ശക്തി തന്നെയാണ് കാലസമ്പൂർണതയിൽ ജഡമായി തീർന്ന യേശുക്രിസ്തു എന്ന നിലയിൽ അവർക്ക് വ്യക്തമായത്, വെളിപ്പെട്ടത് എന്ന് അവിടെ വ്യക്തമാക്കുകയാണ്. നമ്മിൽ പല സമയങ്ങളിലായി പലയിടങ്ങളിലായി വചനത്തിൻ്റെ നിക്ഷേപങ്ങളുണ്ട്, വചനത്തിൻ്റെ ശക്തീകരണമുണ്ട്. പക്ഷേ നാം നമ്മിലുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ അവൻ്റെ ശക്തിയായി, അവൻ്റെ തേജസ്സായി കണ്ടുവോ? നമ്മിലുള്ള വചനത്തിന് കൊടുക്കുന്ന ബഹുമാനത്തെ നമുക്ക് ക്രിസ്തു മുമ്പാകെ സമ്മാനമായി സമർപ്പിക്കാം.